രണ്ടാമത് ഇടുക്കി രൂപതാ ദിനം വേറിട്ടതാക്കാൻ ഒരുങ്ങി വിശ്വാസ സമൂഹം. മെയ് 3-ന് നെടുങ്കണ്ടത്ത് നടക്കുന്ന ഇടുക്കി രൂപതാ ദിനാഘോഷ ഒരുക്കങ്ങളുടെ ഭാഗമായി ഫെറോന കൗൺസിൽ യോഗങ്ങൾ ആരംഭിച്ചു. ഇരട്ടിയാർ ഫെറോന കൗൺസിൽ യോഗം ഇടുക്കി രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ ഉദ്ഘാടനം ചെയ്തു. മെയ് മാസം 3-ാം തീയതി നെടുങ്കണ്ടത്ത് വെച്ചാണ് രണ്ടാമത് ഇടുക്കി രൂപത ദിനാഘോഷം സംഘടിപ്പിക്കുന്നത്. വിപുലമായ പരിപാടികളോടെയാണ് ഇത്തവണ ദിനാഘോഷം നടത്തുവാനാണ് വിശ്വാസ സമൂഹം ഒരുങ്ങുന്നത്. ദിവ്യകാരുടെ പ്രദക്ഷിണം, വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള ഛായാചിത്ര പ്രയാണം, പതാക പ്രയാണം, ദീപശിഖ പ്രയാണം, വിളംബര ജാഥ, മെഗാ മാർഗംകളി, കൃതജ്ഞതാ ബലി, പ്രതിസംഗമം, പൊതുസമ്മേളനം എന്നീ പരിപാടികളോടുകൂടിയാണ് ഇത്തവണ ദിനാഘോഷം നടത്തുന്നത്. രൂപതാ ദിനാഘോഷത്തിന് മുന്നോടിയായാണ് ഫൊറോന തലത്തിലും ഇടവക തലത്തിലും എല്ലാം യോഗങ്ങൾ സംഘടിപ്പിക്കുന്നത്. ദിനാഘോഷത്തിന്റെ പ്രാധാന്യം ഓരോ വിശ്വാസികളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സെമിനാറുകളും യോഗങ്ങളും സംഘടിപ്പിക്കുന്നത്. ദിനത്തിന്റെ ഒരുക്കങ്ങളുടെ ഭാഗമായി ഇരട്ടിയാർ ഫൊറോനയിൽ നിന്നുമുള്ള പ്രതിനിധികളുടെ സംഗമം ഫൊറോന കൌൺസിൽ യോഗം സെന്റ് തോമസ് പാരിഷ് ഹാളിൽ വെച്ചാണ് നടന്നത്. കൌൺസിൽ യോഗം ഇടുക്കി രൂപത മുഖ്യവികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ ഉദ്ഘാടനം ചെയ്തു. വിവിധ തലങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് ആ ദിനത്തിന്റെ ആഘോഷം നടത്തിയിട്ടുണ്ട്. രൂപതയെ നയിക്കുന്ന അഭിമന്യ പിതാവിനോടും രൂപതാ സമൂഹത്തോടും ചേർന്നുകൊണ്ട് നാം ഒരു കുടുംബമാണ് എന്ന് ഒന്നിച്ച് ചിന്തിക്കത്തക്ക രീതിയിൽ ഈ ആഘോഷത്തെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇടുക്കി പാസ്റ്റർ കൌൺസിൽ സെക്രട്ടറിയും കത്തോലിക്ക കോൺഗ്രസ് രൂപതാ പ്രസിഡന്റുമായ ജോർജ് ഗോയ്ക്കൽ ക്ലാസുകൾ നയിച്ചു. രൂപത ദിനം, ഇടവക ദിനം, കുടുംബദിനം എന്നീ തലങ്ങളിൽ നടത്തുന്ന ആഘോഷ പരിപാടികളുടെ വിശദാംശങ്ങൾ ക്ലാസിൽ ചർച്ച ചെയ്തു. രൂപത ദിനാചരണത്തിന്റെ സംഘാടക സമിതി സെക്രട്ടറി ഫാദർ മാത്യു അഴകനാക്കുന്നേൽ, KCYM രൂപതാ ഡയറക്ടർ ഫാദർ ജോസഫ് നടുപ്പടവിൽ, സിസ്റ്റർ ലിമ, ഷൈനി സജി, KCYM രൂപതാ പ്രസിഡന്റ് സാംസണ്ണി, കത്തോലിക്ക കോൺഗ്രസ് രൂപതാ ജനറൽ സെക്രട്ടറി സിജോ ഇലന്തൂർ എന്നിവർ ചർച്ചകൾക്കും മറ്റു പരിപാടികൾക്കും നേതൃത്വം നൽകി. ഇരട്ടയാർ ഫൊറോന കീഴിലുള്ള 10 ഇടവകളിൽ നിന്നുമുള്ള വികാരിമാർ, മദർ സുപ്പീരിയർമാർ, പാസ്റ്റർ കൌൺസിൽ അംഗങ്ങൾ, സംഘടനാ ഭാരവാഹികൾ, ഇടവക കൈക്കാരന്മാർ എന്നിവർ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.